ഞാൻ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. ഇതിലിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസിലെയും പോലെ ആദ്യം സ്കിൻ കെയർ ചെയ്യുന്നു, മേക്കപ്പ് ഇടുന്നു, ഡ്രസ്സ് മാറുന്നു, ഹെയർ സ്റ്റൈൽ ചെയ്യുന്നു, അത്രയൊക്കെ തന്നെ ഇതിലുള്ളൂ. സ്കിൻ കെയറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി ടോണിങ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ നിർമ്മിച്ച പ്രത്യേകതരം ടോണറാണ്. സാധനം അടിപൊളിയാണ്. ശേഷം സെറം. ഇത് ഏതാണ്ടൊരു സെറം, ഓർമ്മയില്ല, ഞാൻ പിന്നെ നോക്കി പറയാം. ഐ ക്രീം കയ്യിലെടുത്തപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നൈറ്റ് ടൈം ആയിരുന്നു. സോ ബെഡ് ടൈമിലെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലാക്മയുടെ ഒരു നൈറ്റ് ക്രീമാണ്. ഇതൊക്കെ ഇട്ടിതിൻ്റെ പുറത്ത് മേക്കപ്പ് ഇടാവോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാനിങ്ങനെയൊക്കെയാണ് രാത്രി നൈറ്റ് ഷിഫ്റ്റിന് പോകാറ്. പക്ഷേ ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഷിഫ്റ്റിന് പോകാനൊന്നുമല്ല. അത് പറയും മുമ്പ് ലിപ് ബാം കൂടിയിട്ട് നമ്മുടെ സ്കിൻ കെയർ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ലീവിലാണ്, നാട്ടിലാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിലൊരിത്തിരി സമയം അമ്പലത്തിലെ പൂരാഘോഷങ്ങൾക്കും. സ്കിൻ കെയർ കഴിഞ്ഞ സ്ഥിതിക്ക് ഡ്രസ്സ് മാറി നമുക്ക് പതുക്കെ മേക്കപ്പിലേക്ക് കിടക്കാം. അയ്യോ, ഒരു കാര്യം വിട്ടുപോയി. മേക്കപ്പ് തുടങ്ങുന്നതിന് മുൻപേ പ്രൈമർ എന്ന് പറഞ്ഞൊരു സാധനം ഇടണമായിരുന്നു. ഞാനത് മറന്നു. സാരമില്ല, പോട്ടെ. മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കളർ കറക്റ്റിംഗ് ആണ്. മുഖത്തിൻ്റെ ഡാർക്കായ ഏരിയാസൊക്കെ നമുക്ക് കളർ കറക്റ്റർ വെച്ച് കറക്റ്റ് ചെയ്യാം. ഇതിലിപ്പം നൈറ്റിലെ ലൈറ്റ് എഫക്റ്റ് കാരണം മുഖമൊക്കെ ബ്രൈറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. ശരിക്കും എൻ്റെ ചുണ്ടിൻ്റെ കോർണർ, അണ്ടർ ഐ, മൂക്കിൻ്റെ കോർണറിലൊക്കെ അത്യാവശ്യം ഡാർക്കായിട്ടുള്ള ഏരിയാസ് ആയിരുന്നു. സോ അതൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്നു. ഫൗണ്ടേഷൻ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അവനവൻ്റെ ഒരു സ്കിൻ ടോൺ അനുസരിച്ച് നോക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. ശേഷം കോമ്പാക്റ്റ് പൗഡർ. ഐബ്രോ പെൻസിൽ എടുക്കാൻ മറന്നത് കൊണ്ടാണ് മസ്കാര ബ്രഷ് കൊണ്ടുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റ്. 10 മണി കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പിംഗ് മോഡാണാവും. പിന്നെ കണ്ണൊക്കെ തിരുമ്മി വൃത്തിയേടാക്കുന്നതിലും നല്ലത് ഐ മേക്കപ്പ് സ്കിപ്പ് ചെയ്യുക. ലിപ്സ്റ്റിക്കിൽ അങ്ങ് നിർത്താം. മുടിയിൽ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഒന്ന് കുളിച്ച് ചീകാതെ വെച്ചാൽ തന്നെ നാച്ചുറലി കേളായിട്ടുള്ള ഹെയർ കിട്ടുന്നതായിരിക്കും. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു ക്ലിപ്പ് കൂടി ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഓർണമെൻറ്റ്സ് മിനിമൽ മതി. ഒരു ഷാൾ കൂടി ഇട്ട സംഭവം സെറ്റ്. ഈ ഡ്രസ്സ് ഞാൻ കഴിഞ്ഞ ദീപാവലിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു. പക്ഷെ ഇപ്പം ഇതിട്ടതിന് അമ്മയുടെ വൈകുന്നിരിക്കുന്ന അത്യാവശ്യം കേട്ടു. എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഴയായിരുന്നു. ആ ചെളിയിൽ ഈ വൈറ്റ് ഡ്രസ്സ് ഇടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നായിരുന്നു അമ്മയുടെ ചോദ്യം.